ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഹോം മെയ്ഡ് ന്യൂട്ടെല്ലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂട്ടെല്ല വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്മൂത്തിയും നല്ല സ്വീറ്റും ആയ ഒരു ന്യൂട്ടെല്ലൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഫുള്ളാക്കാൻ വേണ്ടി 1/4 കപ്പ് നമ്മുടെ സാധാ നിലക്കടലയും എടുത്തിട്ടുണ്ട്. ഈ വെള്ളക്കടല ഞാൻ നന്നായി കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്തതാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലോട്ട്. ഇനി ഈ കടല നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാന് ചൂടാക്കിയെടുക്കുക. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം കടല ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സൗകര്യത്തിനനുസരിച്ച് ഫ്ലെയിം ലോവും ഹൈ ഒക്കെ ആക്കി ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിതൊരു 10 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അത് ചൂടാറാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ മിക്സിയിൽ നനവില്ലാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കടലയും ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആ വലിയ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ആദ്യം ഇവിടെ സൺഫ്ലവർ ഒഴിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നന്നായി അടിഞ്ഞ് കിട്ടിയിട്ടില്ല. നമുക്ക് ഇനി ഒരു സ്പൂണും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു 6 ടേബിൾ സ്പൂൺ വരെ ഏകദേശം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതൊരു കുപ്പിയിൽ, പൊട്ടുന്ന കുപ്പിയിലോ ഏതെല്ലാം പൊട്ടുന്ന കുപ്പിയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. നമുക്കിത് അതിലിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.